എല്ലാവർക്കും നമസ്കാരം. വിൻവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ക്രൈസ്റ്റ് വിൻ. ഇന്ന് 2024 ഡിസംബർ 25. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ക്രിസ്മസ് ആണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓടിയെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ബത്ലഹേം കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത്. ബത്ലഹേം എന്നുള്ള ഭൂപ്രകൃതി നാം പരിശോധിക്കുമ്പോൾ ഈ ഭൂമിയുടെ മധ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തിനാണ് ദൈവത്തിൻ്റെ ജനനം, അതായത് ദൈവം മനുഷ്യനായിട്ട് പിറന്നത് ബത്ലഹേമിൽ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേണമെങ്കിൽ ഇന്ത്യയിലോ മറ്റേതെങ്കിലും അമേരിക്കയിലോ കാനഡയിലോ അങ്ങനെ ഒരു സ്ഥലത്ത് ജനിക്കാതെ എന്തുകൊണ്ട് ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ബത്ലഹേം തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഭൂമിയുടെ ഏകദേശം മധ്യത്ത് വരും എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ബൈബിൾ പറയുന്നു, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേവലം ഒരു രാജ്യത്തിന് വേണ്ടിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ യഹൂദ ജനത്തിന് വേണ്ടിയോ അല്ല യേശു ദൈവത്വം വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. അത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സത്യവുമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്നുപോലെ പറയുന്നു, മനുഷ്യൻ പാപിയാണ്. ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിൽ വന്നു എന്നാണ്. ഈ മരണകരമായിട്ടുള്ള അവസ്ഥ മനുഷ്യനിൽ നിന്ന് മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ക്രിസ്തു എന്ന രക്ഷിതാവ് ബത്ലഹേമിൽ ജനിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുവിൻ്റെ ജനനത്തോടുകൂടി തന്നെ കാലഘട്ടത്തെ രണ്ടായിട്ട് AD എന്നും BC എന്നും വേർതിരിച്ചു. വേറെ ഒരു യുഗപുരുഷനിലും കാണാൻ പറ്റാത്ത ഒരു വലിയ ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു എന്ന വ്യക്തിയിൽ കൂടെ, അല്ലെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൽ കൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു മഹാ സന്തോഷവും രക്ഷയുമാണ്. ഈ രക്ഷ, ബൈബിൾ പറയുന്നു, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു രക്ഷയാണ് ക്രിസ്തുവിൻ്റെ ജനനം. നാം ഇന്ന് പരിശോധിക്കുമ്പോൾ കേവലം പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ തെളിച്ചും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയും നാം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല, ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറാറുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം നാം പ്രകൃതിയും മനുഷ്യരാരും വിസ്മരിക്കുന്നില്ല, അത് ആഘോഷിക്കുക തന്നെ ചെയ്യുന്നു. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ സെലിബ്രേഷൻ കൂടി വരുന്നുണ്ട്. അത് സത്യവും തന്നെ. എന്നാൽ ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷ കൈവരിക്കണമെങ്കിൽ കേവലം മനുഷ്യൻ്റെ ഹൃദയമായ പുൽക്കൂടിൽ ഉണ്ണിയേശു ജനിക്കണം. അതായത് നാം നമ്മുടെ മനസ്സിൽ ഏറ്റെടുക്കണം ക്രിസ്തുവിനെ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ടുള്ള ചില പ്രവചനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ ദൈവം മനുഷ്യ വേഷമെടുക്കുന്ന ഒരു പ്രവചനം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു വഴിയുള്ള രക്ഷ
സകല ജനത്തിനും ഉള്ളതാണ്. യേശു നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് കാലിത്തൊഴുത്തിൽ, ദൈവത്വം വെടിഞ്ഞ് കാലിത്തൊഴുത്തിൽ ജനിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തു, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. അടുത്ത് നമുക്ക് വേണ്ടി വീണ്ടും യേശു കടന്നു വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു സദ്വാർത്തമാണ്, ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ബൈബിൾ പറയുന്ന ഒരു ഗുഡ് ന്യൂസ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഭൂമിയുടെ ഒരു അറ്റത്തോ ഒന്നും അല്ല യേശുവിൻ്റെ ജനനം സംഭവിച്ചിരിക്കുന്നത്, മധ്യത്ത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ന്യൂസ്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, എല്ലാ ദിശകളിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസാണ് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആരെല്ലാം ഇതിൽ വിശ്വസിക്കുന്നു അവർക്കെല്ലാം വലിയ രക്ഷ നേടുവാനായിട്ട് കഴിയും. ഇതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം. അതായത് ഉണ്ണിയേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് സന്ദേശം എന്നുള്ളത് ഇതാണ്. ഇതൊരു ഗുഡ് ന്യൂസാണ്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.